Hello everyone, welcome to the classroom of CET203 Fluid Mechanics and Hydraulics. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 എൻ്റർ ചെയ്യുകയാണ്. സോ മൊഡ്യൂൾ 2ൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായ ബോയൻസി, സെൻറ്റർ ഓഫ് ബോയൻസി, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആൻഡ് ഒരു പ്രോബ്ലം, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോയൻസി. When a body is immersed in a fluid, an upward force is exerted by the fluid on the body, and this upward force is equal to the weight of the fluid displaced by the body and is called the force of buoyancy or simply buoyancy. So buoyancy എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി നമ്മളൊരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്യുക. ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫ്ലൂയിഡ് ആ ബോഡിയിലോട്ടൊരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കും. So upward force is exerted by the fluid on the body, and ഈ upward force is equal to the weight of the fluid displaced by the body. ഇതിനെയാണ് buoyancy എന്ന് പറയുന്നത്. ഇനി force of buoyancy അല്ലെങ്കിൽ buoyancy greater than weight of the body ആണെങ്കിൽ ആ ബോഡിയെ റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, ഇനി ഫോഴ്സ് ഓഫ് ബോയൻസി ലെസ് ദാൻ ദ വെയിറ്റ് ഓഫ് ദി ബോഡി ആണെങ്കിൽ അത് സിങ്ക് ചെയ്യും താഴോട്ട്. ഇനി ഫോഴ്സ് ഓഫ് ബോയൻസി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ബോഡി ആണെങ്കിൽ ഇറ്റ് വിൽ സസ്പെൻഡഡ് അറ്റ് ദ പ്രസന്റ് ഡെപ്ത്. സോ ഇഫ് ദ ഫോഴ്സ് ഓഫ് ബോയൻസി is greater than the weight of the body, it will float. If the force of buoyancy is less than the weight of the body, it will sink. And if the force of buoyancy is equal to the weight of the body, it will remain suspended. Okay. Next, center of buoyancy. Center of buoyancy എന്ന് പറഞ്ഞാൽ it is defined as the point through which the force of buoyancy is supposed to act. So buoyancy force act ചെയ്യുന്ന പോയിന്റിനെയാണ് center of buoyancy എന്ന് പറയുന്നത്. സോ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഇമേഴ്സ് ചെയ്ത സെക്ഷന്റെ ഏരിയയുടെ സെന്ററിലായിരിക്കും എപ്പോഴും സെന്റർ ഓഫ് ബോയൻസി. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. സോ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വെയിറ്റ് ഓഫ് എ ബോഡി floating in a fluid is equal to the buoyant force, which in turn is equal to the weight of the fluid displaced by the body. സോ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷനിൽ പറയുന്നത് ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. ഓക്കെ, ആ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ അവിടെ ഉണ്ടാവുന്ന ബോയന്റ് ഫോഴ്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇൻ ടേൺ ഇറ്റ്സ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ആ ഫ്ലൂയിഡിന്റെ വെയിറ്റിനും ഈക്വൽ ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ബോഡിയുടെ വെയിറ്റ് ഈക്വൽ ടു ബോയിന്റ് ഫോഴ്സ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ടേൺ ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ആ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിനും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് പോയിന്റ് ഫോഴ്സിന്റെ ഒരു പ്രോബ്ലം നോക്കാം. സോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ വോളിയമും പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബോയൻസി ആണ് കാണുന്നത്. നമുക്ക് പ്രോബ്ലം നോക്കാം. Find the volume of water displaced and position of center of buoyancy for a wooden block of width 2.5 meter and of depth 1.5 meter when it floats horizontally in water. The density of wooden block is 650 kg per meter cube and its length 6 meter. So നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡും പൊസിഷൻ ഓഫ് ദ സെന്റർ ഓഫ് ബോയൻസിയുമാണ്. സോ ഒരു വുഡൻ ബ്ലോക്ക് ആണ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ് കാണിച്ചേക്കുന്നത്. വുഡൻ ബ്ലോക്കിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 2.5 ആൻഡ് വുഡൻ ബ്ലോക്കിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട് 1.5 മീറ്റർ എന്ന്. ഇനി തന്നേക്കുന്നത് ഡെൻസിറ്റി ഓഫ് വുഡൻ ബ്ലോക്ക് തന്നിട്ടുണ്ട് 650 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന്. ദെൻ ഈ വുഡൻ ബ്ലോക്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 6 മീറ്റർ എന്ന്. സോ ഇവിടെ FB എന്ന് കൊടുത്തേക്കുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ്, അതാണ് ബോയന്റ് ഫോഴ്സ്. FB എന്ന് പറഞ്ഞാൽ ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബോയൻസി. ദെൻ
B എന്ന് പറയുന്നതാണ് സെന്റർ ഓഫ് ബോയൻസി. സോ FB എന്ന് പറയുന്നത് ബോയൻസി ഫോഴ്സ്, ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ആൻഡ് B എന്ന് പറയുന്നത് സെന്റർ ഓഫ് ബോയൻസി, അതാണ് B. ഓക്കെ, G എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് W എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ഫോഴ്സ് അയക്കുന്ന വെയിറ്റ്. ഓക്കെ, ഇനി ഈ വാട്ടർ സർഫസിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ H എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വാട്ടർ സർഫസിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H എന്ന് പറയുന്നത്. സോ ഗിവൻ ഡേറ്റാസ് എഴുതാം. width 2.5 meter, depth 1.5 meter, length 6 meter. സോ നമുക്ക് ആദ്യമേ ഈ ബ്ലോക്കിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഓക്കെ, സോ വോളിയം ഓഫ് ദി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ L ഇൻറ്റു B ഇൻറ്റു D. ലെങ്ത് എത്രയെന്നറിയാം 6, ബ്രെഡ്ത്ത് 2.5 ആൻഡ് ഡെപ്ത് 1.5. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 22.5 മീറ്റർ ക്യൂബ് എന്ന്. ഇനി വുഡിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 650 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഇനി വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, എത്രമാത്രം വാട്ടർ ആണ് ഡിസ്പ്ലേസ് ആയത് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ബ്ലോക്ക് തന്നെയാണ്, ബ്ലോക്കിന്റെ വെയിറ്റ് തന്നെയാണ്. സോ വെയിറ്റ് ഓഫ് ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിക്കുക. വെയിറ്റ് ഓഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ρg ഇൻറ്റു വോളിയം ഓഫ് ബ്ലോക്ക് ആണ്. ഓക്കെ, ρg ഇൻറ്റു വോളിയം ആണ് വെയിറ്റ് ഓഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ 650 ഇൻറ്റു G എന്ന് പറയുന്നത് 9.81 ഇൻറ്റു വോളിയം നമ്മൾ കണ്ടുപിടിച്ചത് 22.5. സോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 143,471.25 ന്യൂട്ടൺ എന്ന്. അതാണ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണെന്ന്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 143,471.25 ആണ്. വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താണ്? റോ ഇൻറ്റു G, 1000 ഇൻറ്റു 9.81. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000 ആണ് ഇൻറ്റു 9.81. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് 14.625 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. സെക്കൻഡ് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബോയൻസി ആണ്. പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ ബോയൻസിയുടെ പൊസിഷൻ. സോ ഇവിടെ വരെ H ആണ്, Hന്റെ പകുതി, അതാണ് ബോയൻസിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. സോ H/2 ആണ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. സോ നമ്മൾ H കണ്ടുപിടിക്കുക, H/2 ചെയ്യുന്നതാണ് സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് H കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമുക്കറിയാം വോളിയം ഓഫ് വുഡൻ ബ്ലോക്ക് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, ആ വുഡൻ ബ്ലോക്ക് നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ വുഡൻ ബ്ലോക്കിന്റെ വോളിയം തന്നെയാണ് എത്രമാത്രം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് വോളിയം. സോ വാട്ടറിൽ ഉള്ള വുഡൻ ബ്ലോക്കിന്റെ അത്രയും ഉള്ള വോളിയം ആണെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ ഡെപ്ത് എടുക്കാൻ പറ്റത്തില്ല. വാട്ടറിന്റെ അകത്തോട്ടുള്ള അത്രയും ഡെപ്ത് മാത്രമേ വുഡൻ ബ്ലോക്കിന്റെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ലെങ്ത് എന്ന് പറയുന്നത് 6 ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 ഇൻറ്റു ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് H. ഓക്കെ, സോ 6 ഇൻറ്റു 2.5 ഇൻറ്റു H വിച്ച് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ 14.625. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? H കണ്ടുപിടിക്കാം. 14.625 by 6 ഇൻറ്റു 2.5 ദാറ്റ് ഈസ് 0.975 മീറ്റർ ആണ് നമുക്ക് H കിട്ടുന്നത്. ഇനി സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ H/2 ആണ് സെന്റർ ഓഫ് ബോയൻസി. സോ 0.975 by 2 that is equal to 0.4875 meter from base ആണ് center of buoyancy എന്ന് പറയുന്നത്. Okay, so thank you.